എൻ്റെ പോലെ സാധനം മുളകൊണ്ട് കെട്ടിയതുള്ളാട്ടാ. ഇതിൻ്റെ അടിയിൽ മുള വെച്ചിരിക്കുക ഇവര്. നിങ്ങൾ നോക്കി, നിങ്ങൾ നടുക്കാടാട്ടാ. കണ്ട നടന്ന് ആസ്വദിക്കുക. അഭ്യാസത്തിന് ചാടാനൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടല്ലൊടിയും. ചുമ്മാ കാണാനാ. കാട്ടുമൃഗങ്ങൾ ഇറങ്ങിയിട്ടുള്ള വഴിക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, നടുക്കാട്ടില് റേഞ്ച് എന്ന് പറഞ്ഞ സാധനം ലീവ്. അത് നടുക്കാട്ടിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നടുക്കാട്ടില് ആ കണ്ട, അതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാട്ടാ. അതിൻ്റെ അപ്പുറത്തൂടെ മുകളിലേക്ക് പോകാൻ ഒരു വഴിയുണ്ട്. അത് വെള്ളം ക്രോസ് ചെയ്ത് വേണം പോകണമെങ്കിൽ. അത് ഇരുമ്പോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാ. പിള്ളേരുടെ ഇങ്ങനെ ഗ്രൗണ്ട് നോക്കി, തൊട്ടപ്പുറത്ത് പുഴ, ഗ്രൗണ്ട്, വിഷയം സ്ഥലമല്ലേ. അങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ അവിടേക്ക് എത്തണമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും നമുക്ക് പോയോക്കാം. ഞാൻ അന്ന് വരുമ്പോൾ ഒന്നും ഇവിടെ മുന്നൊരു വട്ടം വരുമ്പോൾ ടാറൊന്നും ചെയ്തില്ലേ, കല്ലിട്ട റോഡായിരുന്നു. ചുമ്മാ കാണാനാ. ആ ഞാൻ പോയി കഴിഞ്ഞാൽ എവിടേക്കൊക്കെ എത്തുന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. എവിടേക്കാന്നറിയില്ല. പോയി ഞാന് വേറെ ലോകത്തേക്ക് വന്നവര് നിങ്ങൾ നോക്കി, നിങ്ങള് നടുക്കാടാട്ടാ നമ്മൾ പോയിക്കൊടുക്കണത്. ആടുങ്ങള് ഇറങ്ങിയിട്ടില്ല കാണാക്കെ തന്നെ. ഈ കാണുന്നത് മൊത്തം കാപ്പിയാട്ടാ. ഇവര് വെച്ച് പിടിപ്പിച്ചതാണോ അതോ തന്നെ മുളച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നറിയില്ലേ. നിങ്ങൾ നോക്കിയേ, നടുക്കാട്ടില് എൻ്റെ പോലെ. ആൾ സഞ്ചാരമുള്ളായിരുന്നു, പിന്നെ പേടിക്കല്ലേ. ഇറങ്ങി നൽകിയ ആൾക്കാരെ കാണുന്നുണ്ട്. ഇത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് ആട്ടോ. ശരിക്കും ഇത് ഫോറസ്റ്റിൻ്റെ അണ്ടറിലാന്ന് തോന്നുന്നുണ്ട് ഈ സ്ഥലങ്ങൾ മൊത്തം. അതിൻ്റെ മുകളിൽ ആൾക്കാർ എൻ്റെ പോലെ ഇത് മൂട് കിട്ടില്ല. തൂക്ക് പോലാട്ടോ, രക്ഷിത തൂക്ക് പോലെ. ഞാൻ കാണിച്ചു തരാം. കണ്ട ഫുള്ള് അത് ഈ സാധനം മുളകൊണ്ട് കെട്ടിയതുള്ളാട്ടാ. ഇതിൻ്റെ അടിയിൽ മുള വെച്ചിരിക്കുക ഇവര്. എൻ്റെ മോനെ ഞാൻ വെച്ച് മറ്റേ ഇരുമ്പ് കമ്പിയൊക്കെ ആയത്. ഇരുമ്പ് കമ്പി ചെമ്പ് കമ്പിയൊന്നും ഇല്ലേ, ഫുള്ള് നോക്കി മുള മാത്രം. നല്ല ആട്ടാറുണ്ട് കേട്ടോ. എന്നെ റിസ്ക്. ഈ സാധനം എന്തായാലും പൊളിച്ചു. വിഷയം സാധനം. ഞാൻ വിചാരിച്ചത് ഈ സാധനം ആടുണ്ട് കേട്ടോ. മറ്റേ ഇതുകൊണ്ടായിരിക്കുന്നു, ഇരുമ്പ് കമ്പി വെച്ച് സെറ്റ് ചെയ്തിരിക്കാന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഇത് മുള കൊണ്ടാണ് ഫുള്ള് നിർമ്മിച്ചിട്ടുള്ളത്. മുകളിലത്തെ റോഡിൽ ഇവിടെ ഷോർട്ട് കട്ടാന്ന് തോന്നുന്നുണ്ട്. ഈ തോട്ടത്തിലേക്കുള്ള വഴിയാണെന്ന് അറിയില്ല കേട്ടോ. തിരിച്ചടക്കാം. ഇതെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇരുമ്പ് വെച്ച് കെട്ടിയത് വഴുക്കുണ്ട് കേട്ടോ. നോക്കി നടന്നില്ലാന്നുണ്ടെങ്കിൽ താഴ്ചയില്ല, കാരണം പേടിക്കല്ലേ. എന്ത് രസമല്ലേ നോക്കി നിങ്ങള്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നോക്കി കമ്പി അതിൻ്റെ മുകളിൽ കൊണ്ടെന്ന് വെച്ചിട്ട് കയറിട്ട് കെട്ടി ബലപ്പെടുത്തിട്ട് ഇതൊക്കെ നോക്കി ഒന്ന് താങ്ങിയാൽ അങ്ങോട്ട് പോവും. നടന്ന് ആസ്വദിക്കുക. അഭ്യാസത്തിന് ചാടാനൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടല്ലൊടിയും. നമുക്ക് കണ്ടാസ്വദിക്കുക വേണ്ടോ, അല്ലെങ്കിൽ നടന്ന് ആസ്വദിക്കുക വേണ്ടോ. നല്ല ഭംഗിയില്ല കാണാൻ. കണ്ടോ ഫുള്ള് നോക്കി
മുള മാത്രല്ല കേട്ടോ, മുളയും കയറും വെച്ച് കെട്ടിയിരിക്കേ. ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ആകെ വരില്ല 3 വീടാ 4 വീടാണുള്ളൂ ഇവിടെ. ഇത്ര ദൂരം വന്നിട്ട് ഒരു താമസിക്കണ ഇത്ര കാലങ്ങളായിട്ട് ആലോചിക്കുമ്പോൾ എന്താ പറയുക. അവിടെ ഒരു വീട്, അവിടെ ഒരു 4-5 വീടുണ്ട്, പിന്നെ ഇപ്പം താഴെ ഒരു 3-4 വീടുണ്ട്. അതിൻ്റെ താഴത്തെ ഒരു വീടുണ്ട്. ജാതിക്കായ അത് ഇത് ഇല്ലാതായിട്ടാൻ തോന്നില്ലേ. പക്ഷെ എനിക്കതല്ല, നിങ്ങൾ ഈ കാട് നോക്കി എൻ്റെ മോനെ, കാടിൻ്റെ വലിപ്പം മരത്തിൻ്റെ വലിപ്പം നോക്കി. മരം ശരിയാനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മൃഗങ്ങളൊന്നും വലിയ കാര്യമായിട്ടില്ല എന്ന് തോന്നുന്ന പറഞ്ഞത്. ഈ തമ്പുരാനറിയാം മൃഗങ്ങളുണ്ടില്ല എന്നുള്ളത്. വൈകുന്നേരമൊക്കെ ഇതിനൊക്കെ നടക്കുന്നത് ഭയങ്കര റിസ്ക്കാ. കണ്ടാ പക്കാ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ഫോറസ്റ്റ് നടുക്കാട്ടാ ഈ റോഡ്. എനിക്ക് സാധനം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സൈലന്റ് വാലി ഞാൻ പോയിട്ടുണ്ടായിരുന്നു നാഷണൽ പാർക്ക്, ദേ സെയിം റോഡ്. അതായത് ചുറ്റും ഇതേപോലെ കാപ്പിത്തോട്ടം കാര്യങ്ങൾ 9 കിലോമീറ്റർ കണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞ് കാപ്പിത്തോട്ടം മൊത്തം അവരുടെ അവിടെ സൈലന്റ് വാലിയിൽ. പക്ഷെ ഇതും ഏകദേശം അതേപോലെ തോന്നണത് ഇത് കണ്ടിട്ട്. പട്ടികാഞ്ചേരാട്ടാ നോക്കി എന്തുട്ടായിട്ടത് ഇങ്ങനെ കളറൊന്നും മനസ്സിലാവണില്ലേ. പുലിയല്ല എന്നാ പട്ടിയല്ല എന്നാ കുറുക്കനല്ലാത്ത രീതിയിലൊരു രൂപം. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു വ്യത്യാസമായിട്ടുള്ളൊരു കളറ്. 2 സൈഡും കാപ്പിത്തോട്ടാട്ടാ, രക്ഷില്ല മോനെ. ഞാൻ ആൾക്കാർ മുകളിലേക്ക് പോകണോട്ടോ വിറകെടുക്കാനും. ഓർത്ത ഗോത്രവർഗത്തിൽപ്പെട്ട ആൾക്കാർ പോണ്ട് മുകളിലേക്ക്. നല്ല ഇതേനൊക്കെ പോണ്ട്. ഇതേനെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങിയിട്ടുള്ള വഴിയൊക്കെയാന്ന് തോന്നുന്നുണ്ട്.